നടനും സംവിധായകനുമായിട്ടുള്ള ആലപ്പി അഷ്റഫ് പല തവണയായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും തനിക്കുണ്ടായ അനുഭവങ്ങളും താൻ മനസ്സിലാക്കിയ വിവരങ്ങളും യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല നടന്മാർക്കെതിരെയും പീഡനമടക്കം നിരവധി ആരോപണങ്ങൾ ഉയർത്തിയതിൻ്റെ ചില വസ്തുതകൾ തുറന്നു പറയുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സർക്കാർ അതിനുവേണ്ടി ചുമതലയും നൽകിയിട്ടുണ്ട്. അപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുറന്നു പറച്ചിൽ നടത്താനായി ആലപ്പി അഷ്റഫ് തയ്യാറായിരിക്കുന്നത്. തുടക്കത്തിൽ ഈ റിപ്പോർട്ടിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന ചില താരങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മലക്കം മറിച്ചിൽ നടത്തിയതിനെക്കുറിച്ചാണ് ആലപ്പി അഷ്റഫ് എടുത്തു പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ചൂഷണത്തിന് വിധേയമായൊരു സംവിധാനം നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജനങ്ങൾക്കൊക്കെ അക്കാര്യം മനസ്സിലായി. എത്ര കാലം മുൻപേ ഇത് നടക്കുന്നു എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. ഏതെല്ലാം വൈകൃതങ്ങൾ കൊണ്ട് അഴുകിനാറാമോ അതിനപ്പുറമുള്ള പുഴുത്ത സമ്പ്രദായമാണ് മലയാള സിനിമയിൽ. റിപ്പോർട്ടിൽ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് മുഴുവനായി അടച്ചാക്ഷേപിക്ക് പറയാനും കഴിയില്ല. 1000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. അതിൽ നിന്നും ഏകദേശം 60 പേരാണ് മൊഴി നൽകിയത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം 15-അംഗ പവർ ഗ്രൂപ്പ് ആണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്തവരുടെ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്ന് റിപ്പോർട്ടിലും പറയുന്നു. ഈ പവർ ഗ്രൂപ്പിലുള്ളവരുടെ പേരോ മറ്റ് വിവരങ്ങളോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടില്ല. അതിനെക്കുറിച്ച് തനിക്കും വേണ്ടത്ര വ്യക്തതയില്ല എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. പക്ഷേ പവർ കുറഞ്ഞ നിരവധി ഗ്രൂപ്പുകൾ സിനിമാ മേഖലയിലുണ്ട്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ആലപ്പി അഷ്റഫിന് അറിയാം. അതിൽ ചിലതാണ് തിരുവനന്തപുരം ഗ്രൂപ്പ്, മട്ടാഞ്ചേരി ഗ്രൂപ്പ്, എറണാകുളം ഗ്രൂപ്പ്, ലഹരി ഗ്രൂപ്പ്, അങ്ങനെ പലതും. ഇരകൾ കൊടുത്ത തെളിവുകളൊക്കെ തന്നെ ഭദ്രമായി ലോക്കറിൽ സൂക്ഷിക്കുകയാണ്. അതിജീവിതയ്ക്കൊപ്പം അഭിമാനത്തോടെ എല്ലാ പിന്തുണയോടെയും നിന്ന കൂട്ടായ്മയാണ് WCC. അവർ പ്രതികരിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നമ്മളൊക്കെ തന്നെ കാണുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെ ഉണ്ടായ മാറ്റങ്ങളും. അവരെ ഫെമിനിസ്റ്റുകളെന്ന് വിളിച്ചവർക്ക് ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. WCCയുടെ ഭാഗമല്ലാത്ത വനിതകളും അവർക്കൊപ്പം ശബ്ദമുയർത്തുന്ന ഒരു കാഴ്ച നമ്മളേവരും കണ്ടു. ഇരയുടെ പേര് വെളിപ്പെടുത്തരുതെന്നും കുറ്റം ചെയ്തവരുടെ പേര് പുറത്തു പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ പറഞ്ഞവരുടെ ഇപ്പോഴത്തെ മലക്കം മറിച്ചിലൊന്നും തന്നെ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരൊക്കെ നിന്ന നിൽപ്പിൽ സ്വാർത്ഥ ലാഭത്തിനായി മാറിയിരിക്കുന്നു. അവരെയൊക്കെ പൊതുസമൂഹം ഇഷ്ടപ്പെട്ടിരുന്നത് അവരുടെ നിലപാടുകൾ കൊണ്ടായിരുന്നു. സിനിമാ മേഖലയിൽ നവീകരണം വേണമെന്ന നിലപാട് തന്നെ ഉണ്ടായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതുകൊണ്ടായിരുന്നു. തുറന്നു പറയുമ്പോൾ, അവസരം കിട്ടുമ്പോൾ അവർ പറയട്ടെ. മുഖംമൂടികളൊക്കെ തന്നെ അഴിഞ്ഞു വീഴണം. നിങ്ങളെപ്പോലുള്ളവർ ദയവായി അതിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കൂ എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. ഈ റിപ്പോർട്ടിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു നിർമ്മാതാവ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു. അദ്ദേഹം ഒരു പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തെങ്കിലും അത് നിലനിന്നില്ല. ഒടുവിൽ അയാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ റിപ്പോർട്ടിനെ ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു നടി കൂടി സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നു. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചിലരൊക്കെ ആഘോഷമാക്കി. ഭാരതം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ബാലചന്ദ്ര മേനോനെ പോലും വെറുതെ വിട്ടില്ല. തുണിക്കടയിലെ പാവയ്ക്ക് ദിവസവും തുണി മാറ്റുന്നത് പോലെ നിരവധി യുവതികളെ നൂൽവസ്ത്രമില്ലാതെ നിർത്തിയിട്ടുള്ളത് ആ നടി കണ്ടെന്ന് കോമഡി പോലെ പറയുന്നു.